മറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥനക്കാരാണ്, പക്ഷേ സ്വഭാവത്തിലൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് അച്ഛൻ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം. പള്ളി പ്രാർത്ഥന ധ്യാനം വേറെ, ജീവിതം വേറെ. അതുകൊണ്ട് അച്ഛൻ പള്ളിയിലെ കാര്യം നോക്കിയാൽ മതി. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒന്നാമത്തെ പേര് സത്യാത്മാവ്. കാരണം ഞാൻ വിചാരിച്ചതുപോലെ എനിക്കൊരു നല്ല ജോലിയും ശമ്പളവും ഒന്നും കിട്ടിയിട്ടില്ല, എനിക്കൊരു ഉയർച്ചയില്ല. ഞാൻ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി എന്നെ കാണാൻ വേണ്ടി വന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന ഗോവയിൽ നിന്ന് വന്നൊരു സ്ത്രീയാണ്. പല പല ദുഃഖങ്ങളും ഭാരങ്ങളും ഇയാളുടെ ഉള്ളിലുണ്ട്. വിഷമത്തോട് വിഷമം, ഭാരത്തോട് ഭാരം, എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തവും ഇല്ല. എന്നാൽ ഏത് വിഷയമായിക്കൊള്ളട്ടെ, ആര് സഹായിക്കും? പരിശുദ്ധാത്മാവ് സഹായിക്കും. അഡ്വക്കേറ്റ് ആണെന്ന്. പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കും തോറും, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കും തോറും, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കും തോറും നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിയന്ത്രിക്കാൻ തുടങ്ങും. നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യമല്ല, നമ്മുടെ കഴിവുകളല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്നതാ ഈ പരിശുദ്ധാത്മാവ്? ഈശോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യ ജീവിതം മുമ്പിലുണ്ട്. പുതിയ നിയമം വായിക്കുമ്പോൾ ഈശോ പറഞ്ഞ കാര്യങ്ങളും പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ പലപ്പോഴും ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ചിത്രമൊന്നും വരുന്നില്ല. ആകപ്പാടെ വരുന്നത് ചിറകടിച്ചുയരുന്ന മാടപ്രാവും തീയും വെള്ളവും ഒക്കെയാണ്, ചില പ്രതീകങ്ങളാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം, ഇതെന്നതാ ഈ പരിശുദ്ധാത്മാവ്? ഇതെങ്ങനെ ഞാൻ സ്നേഹിക്കും? എങ്ങനെ ഞാൻ മനസ്സിലാക്കും? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാൻ ഈശോ ബൈബിളിൽ 3 സുന്ദരമായ പേരുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. 3 പേരുകൾ നമ്മളിപ്പോൾ ഈ സമയത്ത് പഠിക്കാൻ പോവാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള 3 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെയിംസ്, പേരുകൾ. ഈ പേര് പഠിച്ചാലുണ്ടല്ലോ നമുക്ക് സ്വഭാവം പഠിക്കാൻ പറ്റും. ബൈബിളിൽ അങ്ങനെയാണ് പറയുന്നത്. ബൈബിളിലെ ഓരോ പേരിനും അർത്ഥമുണ്ട്. പേരിന് എന്തുണ്ട്? അർത്ഥമുണ്ട്, ഇല്ലേ? നമ്മുടെ പേരിന് വല്ല അർത്ഥമുണ്ടോ? ഓരോരുത്തരും ചിന്തിച്ചേ, നമ്മുടെ പേരിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അർത്ഥമൊക്കെ ഉണ്ട്, പക്ഷേ സ്വഭാവമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, അല്ലേ? കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, ഒരു സ്ഥലത്ത് ബാങ്ക് മോഷണം നടത്തിയ ആളുടെ പേര് ഞാൻ നോക്കി, സത്യവാൻ. പേര് സത്യവാൻ, 63 വയസ്സ്, ബാങ്ക് മോഷണം, പേരെന്താണ്? സത്യവാൻ. അല്ലേ? പേര് മാത്രമേ ഉള്ളൂ, പക്ഷേ സ്വഭാവത്തിലില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ച്, പേരുണ്ട് പക്ഷെ സ്വഭാവത്തിലില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ ഒരു കൺവെൻഷനോട് ബന്ധപ്പെട്ട് ചെന്നപ്പോൾ ഒരു പള്ളിയിൽ ഇതുപോലെ ധ്യാനം. അപ്പോൾ 1-ാം ദിവസം നാം നോക്കിയപ്പോൾ ഈ ചേച്ചി ഇരിക്കുന്ന പോലെ ഏറ്റവും മുമ്പിൽ ഒരു ചേച്ചി ഇരുന്നു. നല്ല പ്രാർത്ഥന, നല്ല പ്രാർത്ഥന, ബൈബിളൊക്കെ എടുത്ത് ഇങ്ങനെ വചനമൊക്കെ വായിക്കുന്നത് കണ്ടാൽ നമുക്ക് കൊതി തോന്നും. അപ്പം അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ വികാരിയച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇവിടുത്തെ ആളുകളൊക്കെ എത്ര നല്ല പ്രാർത്ഥനക്കാരാ. അപ്പൊ അച്ഛൻ പറഞ്ഞു, അച്ഛാ, ഈ പ്രാർത്ഥനക്കാരാണ്, പക്ഷേ സ്വഭാവത്തിലൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് അച്ഛൻ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛാ, ആ മുമ്പിലൊക്കെ ഇരുന്ന ചേച്ചി ഉണ്ടല്ലോ, അയ്യോ എന്നാ പ്രാർത്ഥനയാ. അപ്പൊ അച്ഛൻ പറഞ്ഞു, പറ്റിയ ആളാ, ആ മുമ്പിൽ ഇരുന്ന ചേച്ചിയല്ലേ. എൻ്റെ അച്ഛാ, കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിൽ ഞാനൊരു അപേക്ഷയുമായിട്ട് ചെന്നു. വികാരിയച്ഛൻ പറയുക, ഞാൻ എന്തപേക്ഷ? ഇവരുടെ വീടിൻ്റെ തൊട്ട് പുറകിൽ മറ്റൊരു വീടുണ്ട്. അപ്പം ഈ വീട്ടുകാർ വിചാരിച്ചാൽ ഇലക്ട്രിക് ലൈൻ അപ്പുറത്തെ വീട്ടിലോട്ട് കൊടുക്കാം, പക്ഷെ ഈ വീട്ടുകാർ അനുവദിക്കണം. ഇവരുടെ വീടിൻ്റെ പറമ്പിലാണ് ഈ ഇലക്ട്രിക് പോസ്റ്റ് ഇവർ നിൽക്കുന്നത്. അപ്പം ഇവരനുവദിച്ചാൽ ഇവരുടെ പറമ്പിൽ കൂടെ അപ്പുറത്തെ വീട്ടുകാർക്ക് വെട്ടം വെളിച്ചം കിട്ടും. ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് ചെന്നു, അയൽക്കൂട്ടംകാർ ചെന്നു, പഞ്ചായത്തുകാർ ചെന്നു, അവസാനത്തറ്റ കൈ വികാരിച്ചൻ ചെന്ന് നമ്മുടെ ഈ മുമ്പിൽ ഇരിക്കുന്ന ചേച്ചി, ഈ ചേച്ചിയല്ല, ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി വിചാരിച്ചാൽ തൊട്ടടുത്തുള്ള ആ വീട്ടുകാർക്ക് ഇലക്ട്രിസിറ്റി കിട്ടും, ഒന്ന് അനുവദിച്ചാൽ പോരെ, മുടക്കൊന്നുമില്ല, 5 പൈസ മുടക്കില്ല, അതുവഴി കിട്ടും. ഉടനെ തന്നെ ഈ ചേച്ചി വികാരിച്ചനോട് പറഞ്ഞു, അച്ചോ, പള്ളി പ്രാർത്ഥന ധ്യാനം വേറെ, ജീവിതം വേറെ. അതുകൊണ്ട് അച്ഛൻ പള്ളിയിലെ കാര്യം നോക്കിയാൽ മതി, ഈ കാര്യം നോക്കണ്ട. വികാരിച്ചൻ എന്നോട് പറയാ, ഇന്നലെ എന്നോട് പറഞ്ഞു, പള്ളി പ്രാർത്ഥന ധ്യാനം വേറെ, ജീവിതം വേറെ.
ഇലക്ട്രിസിറ്റി വേറെ, പള്ളിയിലെ പ്രാർത്ഥന വേറെ. പക്ഷേ ധ്യാനത്തിന് ഏറ്റവും മുമ്പിൽ വന്നിരുന്നുകൊണ്ട് ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ് വികാരിച്ചൻ പറയാ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അപ്പം എനിക്ക് ഈ ചേച്ചിയോടൊന്ന് വർത്താനം പറയാനൊരു ആഗ്രഹം. അപ്പം 2-ാം ദിവസത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പം ആ ചേച്ചി ഒരു ബ്ലെസ്സിങ് മേടിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി പേരെന്തുവാ? അൽഫോൻസ. പേര് അൽഫോൻസ, പക്ഷേ സ്വഭാവത്തിൽ പറയണ്ട. പേര് അൽഫോൻസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണങ്ങാനത്തെ അൽഫോൻസാമയുടെ പേരാ, പക്ഷേ സ്വഭാവത്തിൽ വേറെ. ഈ പേരും സ്വഭാവവും തമ്മിൽ ബന്ധം ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. ബൈബിളിൽ പഠിപ്പിക്കുന്ന എല്ലാ പ്രത്യേകതകൾ എന്താണെന്നറിയാവോ? ഈ പേരിന് സ്വഭാവവുമായിട്ട് ബന്ധം ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവും. സാമുവേൽ, സാമുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയെന്ന. മക്കളില്ലാതിരുന്ന ദമ്പതികൾ അല്ലേ, എൽക്കാന ഹന്ന, ദൈവത്തോട് ചോദിച്ചു മേടിച്ചു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഓരോ വാക്കുകൾ എടുത്തു നോക്കൂ. മനാസെ അല്ലേ, മനാസെ, ജോസഫിട്ട പേര് എന്താ അർത്ഥം? മനാസെ ഞാൻ പൊറുക്കുന്നു, ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിന് അർത്ഥമുണ്ട്. എന്ന പോലെ ബൈബിളിൽ ഈശോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് 3 പേരുകൾ പഠിപ്പിക്കുമ്പോൾ ഈ 3 പേരും പഠിച്ചാൽ, പേരുകൾ പഠിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആഗ്രഹിക്കുന്നവരൊക്കെ നോട്ട് ബുക്കും പേനയൊക്കെ എടുത്ത് ഈ പേരുകളൊന്ന് പഠിച്ചോണം. ഈ 3 പേര്, 1-ാമത്തെ പേര് നമ്മൾ പഠിക്കുവാണ്. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം തിരുവചനം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സ് 13. 16-ാം അധ്യായം 13-ാം തിരുവചനം. ബൈബിൾ ഉള്ളവരൊന്ന് തുറക്കാവോ? എന്നിട്ടൊന്ന് ഒച്ചത്തി വായിച്ചേ. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഇതാണ് വചനം. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. നിവർന്നിരുന്നേ, എന്നിട്ട് ഒച്ചത്തി പറഞ്ഞ, ഞാൻ പറയുമ്പോൾ ഏറ്റു പറയണം. സത്യാത്മാവ് വരുമ്പോൾ, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അപ്പോൾ ഒന്നാമത്തെ പേര്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള 1-ാമത്തെ പേര് സത്യാത്മാവ്, സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. എഴുതിയെടുക്കുന്നവർ എഴുതിയെടുത്ത് പഠിച്ചോണം. സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യാത്മാവ്. അത്ര എഴുതിയാൽ മതി. അതെന്നാന്ന് നമ്മൾ പഠിക്കാൻ പോവാ. സത്യാത്മാവ്, സത്യാത്മാവ് പേരെന്താണ്? സത്യാത്മാവ്, സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ വാക്ക് കേൾക്കുമ്പോൾ സത്യാത്മാവ് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് സത്യാത്മാവ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യാത്മാവ്, സത്യം, സത്യം പറഞ്ഞ സത്യം. ഈ പകുതി സത്യം എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന പലതും നുണയാണ്. സത്യം എന്ന് പറയുന്നത് പൂർണ്ണതയാണ്. ദ ഹോൾ ട്രൂത്ത്, പൂർണ്ണതയാണ്. ഒരു കാര്യത്തെക്കുറിച്ച് മുഴുവൻ അറിയുമ്പോഴാണ് ശരിയായ അറിവ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യത്തെക്കുറിച്ച് അതിൻ്റെ 4 വശങ്ങളും അറിയുമ്പോഴാണ് ശരിയായ അറിവ് നമുക്ക് ലഭിക്കുന്നത്, ശരിയായ സത്യം നമ്മൾ മനസ്സിലാവുന്നത്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന, ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി, ഒരു കണ്ണുനീര്, അതിന് മറുവശമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. ഒരു കാര്യത്തിന് പല വശങ്ങളുണ്ടെന്ന് നമ്മളെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. കാരണം പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. ഹല്ലേലൂയ. ഇപ്പൊ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് ഏതെങ്കിലും സംശയങ്ങളും ചോദ്യങ്ങളുമായി ഇരിക്കുന്നവരുണ്ടാവും. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? ഷടാ, ഇങ്ങനെയൊന്നും ഉണ്ടാവേണ്ടതല്ലല്ലോ, ഇതെന്താ ഇങ്ങനെ ഉണ്ടായേ? എൻ്റെ വീട്ടിൽ എന്താ ഇങ്ങനെ എന്നിങ്ങനെ ചോദ്യവുമായിട്ട് ഇരിക്കുന്നവരുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നവരുടെ തലയ്ക്കകത്തേക്ക് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സത്യാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ഉത്തരം പരിശുദ്ധാത്മാവും നമുക്ക് പറഞ്ഞു തരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നാളുകൾക്ക് മുമ്പ് ഒരു ശുശ്രൂഷകനാണിപ്പോൾ. അദ്ദേഹം ഒരു ശുശ്രൂഷ മധ്യത്തിൽ, സംസാര മധ്യത്തിൽ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, മക്കളില്ലായിരുന്നു. സാമ്പത്തികമായ ശേഷിയുണ്ട്, എൻ്റെ ഭാര്യ മിടുക്കിയാണ്, എനിക്ക് എൻ്റെ എല്ലാം ഉണ്ട്, പക്ഷേ കുഞ്ഞുങ്ങളില്ല.
അപ്പൊ ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോയി, കുഞ്ഞില്ലാത്തതിന്റെ ദുഃഖവുമായിട്ട് ധ്യാനിക്കാൻ പോയി. എൻ്റെ ഉള്ളിൽ ഒത്തിരി ചോദ്യങ്ങൾ. അവിടുത്തെ ഡയറക്ടർ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, എനിക്ക് കുടുംബത്തിൽ സമ്പത്തുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അച്ഛാ എനിക്ക് കുഞ്ഞില്ല. ഇതെന്നാ പരിപാടിയാ? ദൈവം എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വരുത്തി? ഇതാണ് ചോദ്യം. എനിക്ക് എന്തുകൊണ്ട് ദൈവം കുഞ്ഞിനെ തന്നില്ല? അപ്പൊ അന്ന് ആ ധ്യാനകേന്ദ്രത്തിൽ അച്ഛൻ പറഞ്ഞു കൊടുത്തു, നീ വിഷമിക്കണ്ട, ഈ ധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളൂ, പരിശുദ്ധാത്മാവ് സംസാരിക്കും. ധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തിയോട് സംസാരിച്ചു. ധ്യാനം കഴിഞ്ഞപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ അച്ഛൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എനിക്ക് കുഞ്ഞില്ലാത്തത്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താണ് മനസ്സിലായത്? അച്ചോ, സത്യമായും ഞാൻ ഇത്രയും നാളും ഒരു കുഞ്ഞിൻ്റെ അപ്പനാകാൻ വേണ്ടി ആത്മീയമായി ഞാൻ ഒരുങ്ങിയിരുന്നില്ല. ഒരു കുഞ്ഞിൻ്റെ അപ്പനാകാൻ വേണ്ടി ആത്മീയമായി ഞാൻ ഇത്രയും നാൾ ഒരുങ്ങിയിരുന്നില്ല. ഞാൻ വിചാരിച്ചു കല്യാണം കഴിയുമ്പോൾ കൊച്ചൊക്കെ ഉണ്ടായിക്കോളും, ഇതൊക്കെ സാധാരണമായിട്ട് നടക്കുന്നതല്ലേ. എന്നാൽ ആത്മീയമായി ഒരു കുഞ്ഞിൻ്റെ അപ്പനാകാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയിരുന്നില്ല. ഈ ധ്യാനത്തോടുകൂടെ ഞാൻ തീരുമാനിക്കുന്നു, ഞാനൊരു കുഞ്ഞിൻ്റെ അപ്പനാകാൻ വേണ്ടി ആത്മീയമായി ഞാൻ ഒരുങ്ങും. എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു കൊടുക്കും, ആത്മീയമായ ഒരുക്കം, മാതാപിതാക്കളാവാൻ ആത്മീയമായ ഒരുക്കം. ഇദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ആ നാൾ മുതൽ ഒരു കുഞ്ഞിൻ്റെ അപ്പനാകാൻ വേണ്ടി ആത്മീയമായി ഒരുക്കം തുടങ്ങി, പ്രാർത്ഥന തുടങ്ങി. അത്രയും നാളും കുഞ്ഞില്ലല്ലോ എന്ന് കരുതി ഞാനിങ്ങനെ ചോദിച്ചും വിഷമിച്ചും ദുഃഖിച്ചും കഴിഞ്ഞിരുന്ന ഞാൻ, എന്നാൽ എൻ്റെ ശൈലി മാറ്റി, ഞാൻ ആത്മീയമായി ഒരപ്പനാകാൻ വേണ്ടി ഒരുങ്ങാൻ തുടങ്ങി. അച്ചോ, 2-ാം വർഷം എൻ്റെ ഭാര്യ ഗർഭവതിയായി. ധ്യാനം കൂടിയതിന് 2-ാം വർഷം. അച്ഛാ, എനിക്കിപ്പോൾ 2 ആൺകുട്ടികളുണ്ട്. കർത്താവ് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. എന്നിട്ട് ഇയാൾ പറഞ്ഞ കാര്യം അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതിരുന്നു? കാരണം കർത്താവ് എൻ്റെ ജീവിതത്തെ പഠിപ്പിക്കുകയായിരുന്നു. കൃത്യം വ്യക്തമായി എൻ്റെ ജീവിതത്തിനൊരു ട്രെയിനിങ് നൽകുകയായിരുന്നു. അന്ന് ഞാൻ ചിന്തിച്ചത് ഇതെന്തുകൊണ്ടില്ല. എന്നാൽ അതിനൊരു മറുവശമുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. ഹല്ലേലൂയാ. ഇവിടെ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ചോദ്യങ്ങളുടെ മുമ്പിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് പറഞ്ഞു തരും. എന്തുകൊണ്ട് നീ ഇങ്ങനെ അനുഭവിക്കുന്നു, എന്താണ് നിന്റെ ജീവിത അവസ്ഥ, ഇതെന്തുകൊണ്ട് എന്നുള്ളത് പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് പറഞ്ഞു തരും. പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. ഹല്ലേലൂയാ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ പരിശുദ്ധാത്മാവേ, സത്യം എന്നെ പഠിപ്പിക്കണമേ, സത്യം എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സത്യം എന്നെ പഠിപ്പിക്കണമേ. കൈതാത്തിക്കേ. പ്രൈസ് ദി ലോർഡ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ MBA പഠനമൊക്കെ കഴിഞ്ഞു. അവൻ 1-ാം റാങ്കിൽ പാസ്സായി. അവൻ ഒരു അമേരിക്കൻ കമ്പനിയാണ് ജോലി ചെയ്യുന്നത്, കേരളത്തിൽ തന്നെയാണ്. പക്ഷെ അവന് വേണ്ടത്ര ശമ്പളമൊന്നും ആ കമ്പനി കിട്ടുന്നില്ല. അവർ പറഞ്ഞിരുന്ന പോലെ പ്രൊമോഷനൊന്നും കൊടുക്കുന്നില്ല. അവൻ ദുഃഖിതനും നിരാശനുമായി. അങ്ങനെയാണ് നമ്മുടെ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ഇംഗ്ലീഷ് ക്യാമ്പസിൽ പ്രിയപ്പെട്ട അഗസ്റ്റിൻ വല്ലൂരാൻ അച്ഛൻ്റെ അടുക്കൽ ഈ ചെറുപ്പക്കാരനെത്തി. അച്ഛനോട് അവൻ പറഞ്ഞു, അച്ഛാ, ഞാൻ MBA പഠനം കഴിഞ്ഞു, പക്ഷെ അച്ഛാ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സ്വസ്ഥതയില്ല. കാരണം ഞാൻ വിചാരിച്ചതുപോലെ എനിക്കൊരു നല്ല ജോലിയും ശമ്പളമൊന്നും കിട്ടിയിട്ടില്ല, എനിക്കൊരു ഉയർച്ചയില്ല. എന്തുകൊണ്ട് അച്ഛാ ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്ന് ഈ ചോദ്യവുമായിട്ടാണ്? എന്തുകൊണ്ട് അല്ലേ? എന്തുകൊണ്ട്? ഇവിടെ ഇരിക്കുന്ന പലരും ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ചില ബസ്സിലൊക്കെ കയറുമ്പോഴത്തേക്ക് ചിലർ പുസ്തകം കൊണ്ട് വരത്തില്ല, എന്തുകൊണ്ട് അല്ലേ എന്ന പോലെയാണ് നമ്മുടെ പലരുടെയും ചോദ്യം. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ട്? ഈ MBA കാരനും അച്ഛൻ എടുക്ക വന്നിട്ട് ചോദിച്ചു, അച്ഛോ എന്തുകൊണ്ട്? അപ്പം അച്ഛൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനും ഇവനും കൂടി ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനൊരു ദർശനം കിട്ടി.
അച്ഛൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എടാ നിന്നെ ഞാൻ ഇപ്പോൾ കാണുന്നത് അൾത്താരയിൽ പരിശുദ്ധ ബലി അർപ്പിക്കുന്നത് കാണുന്നു. അപ്പൊ അവൻ ചിരിച്ചു. അച്ഛാ, ഞാൻ എൻ്റെ സങ്കടമായിട്ട് വന്നതാ. അച്ഛൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? അപ്പോൾ അച്ഛൻ അവനോട് പറഞ്ഞു, എന്നെങ്കിലും നീ ഒരു വൈദികനാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, ഉണ്ടച്ചാ. എന്നിട്ട് അവൻ കരയാൻ തുടങ്ങി. 10ാം ക്ലാസ് മുതൽ എൻ്റെ ആഗ്രഹമായിരുന്നു. എൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞ് ഞാൻ സെമിനാരി പോകുന്നു. അവർ പറഞ്ഞു, ഇപ്പൊ വേണ്ട, നീ പഠിച്ചോ. ഞാൻ പഠിച്ച് ഈ പരുവത്തിലെത്തി. ഇതാണ് എൻ്റെ അവസ്ഥ. അച്ഛൻ അവനോട് പറഞ്ഞു, ഒരു പക്ഷേ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടുന്ന സമയമായിരിക്കും. നീ ഒന്നും കൂടെ ചിന്തിക്കൂ. കർത്താവ് നിന്നെ വിളിക്കുന്നതാണെങ്കിലോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, 2018 കൊറോണയ്ക്കൊക്കെ മുമ്പ് ഡൽഹിയിലായിരുന്ന സമയത്ത് ഞാൻ അലഹബാദ് എന്ന് പറയുന്ന ഒരു സെമിനാരിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ തിയോളജിയൻസ്, ഡീക്കന്മാരൊക്കെ ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ഡീക്കൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ചോ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ എൻ്റെ സങ്കടവും ഭാരവുമായിട്ട് എത്തിയതാണ്. MBA പഠനം കഴിഞ്ഞ് അന്ന് എൻ്റെ ഉള്ളിൽ പ്രിയപ്പെട്ട അഗസ്റ്റിൻ വല്ലൂരാനച്ചലിലൂടെ എനിക്കൊരു കൃപ കിട്ടി. അച്ഛാ, ഞാൻ സെമിനാരിയിൽ ചേർന്നു. അടുത്ത ഡിസംബറിൽ എൻ്റെ പട്ടമാണ്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ചോ, പരിശുദ്ധാത്മാവുണ്ടല്ലോ, സത്യാത്മാവാണ്. അന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി. അന്ന് എനിക്ക് മനസ്സിലായില്ല, ഇന്ന് മനസ്സിലായി. ഒന്ന് പറഞ്ഞേ. അന്ന് എനിക്ക് മനസ്സിലായില്ല, ഇന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയാ. മനസ്സിലാവണുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം നടന്ന കാര്യങ്ങളെ നിങ്ങളൊന്ന് എടുത്ത് ചിന്തിക്കൂ. അന്ന് മനസ്സിലായില്ല, പക്ഷെ ഇന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. സ്വരം ഉയർത്തി പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അത് കർത്താവിൻ്റെ ഒരു പദ്ധതിയാണെങ്കിൽ അത് അനുഗ്രഹമായിട്ട് മാറും. Every disappointment, it is his appointment. ഹല്ലേലൂയാ. Every disappointment, നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. അയ്യോ, ഡിസപ്പോയിന്റഡ്. ഡോണ്ട് വറി. Every disappointment, it is his appointment. ദൈവത്തിൻ്റെ അപ്പോയിന്റ്മെന്റ് ആണ്. നിനക്കുണ്ടായ രോഗവും പ്രതിസന്ധിയും കണ്ണുനീരും നീ അനുഭവിക്കുന്ന അപമാനമെല്ലാം ഇറ്റ് ഈസ് ഹിസ് അപ്പോയിന്റ്മെന്റ്. ഹല്ലേലൂയാ. നിങ്ങൾ വിശ്വസിച്ചോണം, നിങ്ങളിത് വിശ്വസിച്ചോണം. ഒരു കന്യാസ്ത്രീ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഇതെന്നാ എൻ്റെ സഭ, എന്തൊരു സഭയാ, എൻ്റെ കഴിവൊന്നും മനസ്സിലാക്കുന്നില്ല. അച്ചോ, ഞാൻ പഠിക്കാൻ പിടിക്കുക, പക്ഷേ അവരെന്നെ പഠിക്കാൻ വിടുന്നില്ല. ഇപ്പൊ അവരെന്നെ നോർത്ത് ഈസ്റ്റിലോട്ട് വിടുക. നോർത്ത് ഈസ്റ്റിലോട്ട് ഞാൻ പോവില്ല അച്ഛാ. എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള കുറച്ച് സിസ്റ്റേഴ്സ് ഉണ്ട്, പഠിക്കാനൊന്നും കഴിവില്ല. അവരെ പഠിക്കാൻ വേണ്ടി വിട്ടു. ഐ ആം ഡിസപ്പോയിന്റഡ്. ഞാൻ നിരാശയാണ്, ദുഃഖിതയാണ്. യോ, എനിക്ക് ഓർത്തോർത്തോർത്ത് വിഷമം. എന്നെ അവർ പഠിക്കാൻ വിട്ടില്ല. ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ, ഇറ്റ് ഈസ് ഹിസ് അപ്പോയിന്റ്മെന്റ്. പ്രൊവിൻഷ്യൽ സുപ്പീരിയറിലൂടെ വന്നിട്ടുള്ള ഈ അപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ഹിസ് അപ്പോയിന്റ്മെന്റ്. ഇതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. വലിയ വിഷമായിരുന്നു ഇത് മനസ്സിലാക്കാൻ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും തോറും അത് സാവധാനം പഠിപ്പിക്കും. ഞാൻ പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ സിസ്റ്ററിന് ഇത് വെളിപ്പെടും. മനസ്സില്ലാ മനസ്സോടെ ആ അപ്പോയിന്റ്മെന്റ് സ്വീകരിച്ച് നോർത്ത് ഈസ്റ്റിൽ പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളിൽ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ടപ്പോൾ നല്ല പുഞ്ചിരിച്ചുകൊണ്ട് ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ ജീവിതം ഉണ്ടല്ലോ, ആ ഒരൊറ്റ അപ്പോയിന്റ്മെന്റിലൂടെ എൻ്റെ ജീവിതം മറിമഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. എൻ്റെ ജീവിതം, ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെ വേണം, എന്നാൽ എൻ്റെ ജീവിതം ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ മറിഞ്ഞത് എങ്ങനെയാണെന്നറിയാം? ആ ഒരൊറ്റ അപ്പോയിന്റ്മെന്റോടുകൂടി. ടുഡേ ഐ ആം വെരി ഹാപ്പി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് സന്തോഷവതിയാണ്. കാരണം യേശു നൽകിയ അപ്പോയിന്റ്മെന്റ് ആയിരുന്നു അത്. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഞാനിത് പറഞ്ഞ് എന്തിനാണെന്നറിയാവോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ ഇതുപോലെ കാണും. നിങ്ങൾക്ക് ഒത്തിരി പരിചയമുണ്ട്, നിങ്ങളുടെ വീട്ടിലുണ്ട്, വിഷമിച്ചിരിക്കുന്നവരെ കാണും. അപ്പോൾ പറഞ്ഞു കൊടുക്കണം, എവ്രി ഡിസപ്പോയിന്റ്മെന്റ് ഇറ്റ് ഈസ് ഹിസ് അപ്പോയിന്റ്മെന്റ്. എവ്രി ഡിസപ്പോയിന്റ്മെന്റ്. ഏതെങ്കിലുമൊക്കെ വിഷയത്തിലൊക്കെ ഭാരമുണ്ടാവും.
നിങ്ങൾക്കൊക്കെ ഒത്തിരി അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെ അറിയാം. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ പറയേണ്ടതില്ലല്ലോ, അറിയാം. പ്രാർത്ഥിച്ചോണേ. എന്തിനാണെന്നറിയാവോ? കർത്താവിൻ്റെ ഹിതം. എവ്രി ഡിസപ്പോയിൻമെന്റ്, നിന്റെ ജീവിതത്തിൽ നീ എന്ന് വിചാരിക്കുന്ന ഓരോ ഡിസപ്പോയിൻമെന്റുകളും ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് ഞാൻ പറയുമ്പോഴേ എനിക്ക് ആരുടെ ഉദാഹരണമൊന്നും വേണ്ട. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിപ്പണ്ടൊരുത്തൻ. ഈ അച്ഛനായിട്ട് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹിസ് അപ്പോയിൻമെന്റ്. പട്ടം കിട്ടി. ആദ്യത്തെ 3 വർഷക്കാലം ഞാൻ ഈ പോട്ട ആശ്രമത്തിലുണ്ടായിരുന്നു, ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നോട് എൻ്റെ പ്രിയപ്പെട്ട ചില വൈദികരൊക്കെ പറഞ്ഞു, എടാ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോകണ്ടേ, ഈ വചന ശുശ്രൂഷയും കൊണ്ട് എത്ര നാൾ ജീവിക്കും, ഇതൊക്കെ എത്ര നാളുണ്ടെന്ന് ആർക്കറിയാം. ചിലർ പറഞ്ഞതാ, ഇതൊക്കെ എത്ര നാളുണ്ടെന്ന് ആർക്കറിയാം. അതുകൊണ്ടേ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോക്കണം കേട്ടോ, അച്ഛനല്ലേ, എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോകും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ പഠിക്കാനൊന്നും കഴിവൊന്നുമില്ല. അല്ലെന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോകണം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടെ പഠിക്കാനെന്നും പറഞ്ഞ് ഞാൻ ചെന്നെത്തിപ്പെട്ടത് മീഡിയ പഠിക്കാൻ പോയി. മംഗലാപുരത്താണ് പഠിക്കാൻ ചെന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 വർഷത്തെ കാലത്തെ മാസ്റ്റേഴ്സ് പഠനത്തിനിടയിൽ എൻ്റെ തലയ്ക്കകത്ത് മുഴുവൻ ഷൂട്ടിംഗ്, ക്യാമറ, എഡിറ്റിംഗ്. കാരണം മീഡിയയാണ് പഠിക്കുന്നത്, മാധ്യമലോകം. അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തലയ്ക്കകത്ത് മുഴുവൻ ഇനി ഞാൻ ക്യാമറയൊക്കെ ആയിട്ട് ചുമന്നുകൊണ്ട് നടക്കുന്നു, എഡിറ്റിംഗ് നടക്കുന്നു, ഷൂട്ടിംഗ് നടക്കുന്നു, സ്വപ്നങ്ങൾ തലയ്ക്കകത്ത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഗുഡ്നസ് ടെലിവിഷനൊക്കെ ആരംഭിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ എൻ്റെ മനസ്സിലെ ആഗ്രഹം, ഞങ്ങളുടെ സഭയിൽ അച്ഛന്മാർ പറഞ്ഞു, നീ വന്നിട്ട് വേണം ഗുഡ്നസ് ടെലിവിഷൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ. ഒത്തിരി ആഗ്രഹങ്ങൾ, ഒത്തിരി സ്വപ്നങ്ങൾ, ഒത്തിരി സ്വപ്നങ്ങൾ. അധികാരികൾ പോലും പറഞ്ഞു യെസ്, എല്ലാം റെഡി. അങ്ങനെ എൻ്റെ പഠനം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ 2 കയ്യിലും 2 മൊബൈൽ ഫോൺ. കാരണം കോണ്ടാക്റ്റുകൾ, കേരളത്തിൽ ഇനി ചാനലുകളുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടണ്ടേ, കോണ്ടാക്റ്റുകൾ, ബന്ധങ്ങൾ. അങ്ങനെ ഇറങ്ങി. എൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛൻ എന്നോട് പറഞ്ഞു, തൽക്കാലത്തേക്ക് ഗുഡ്നസ്സിലേക്കല്ല, മറിച്ച് ബോംബെയിൽ ഒരു ധ്യാന കേന്ദ്രമുണ്ട്, അങ്ങോട്ട് പോകണം. എൻ്റെ സങ്കടം നിങ്ങൾക്കറിയോ, കരച്ചിലും വിഷമവും. കാരണം എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ ദാണ്ട കിടക്കുന്നു. ഞാൻ ബോംബെക്ക് പോകണമെന്ന്. ബോംബെ താബോർ ധ്യാന കേന്ദ്രം. എനിക്ക് വലിയ വിവരമൊന്നുമില്ല ധ്യാന കേന്ദ്രത്തെക്കുറിച്ച്. കാരണം കേരളം വിട്ട് ഒരു സ്ഥലം എൻ്റെ മനസ്സിലില്ല, മലയാളം വിട്ട് ഒരു സ്ഥലം എൻ്റെ മനസ്സിലില്ല. കാരണം പഠിച്ചതൊക്കെയും ഇങ്ങനെ നമ്മുടെ മലയാളത്തിലാണ് എന്ന് മാത്രമല്ല, മറ്റൊരു ഭാഷയും എനിക്ക് അറിഞ്ഞുകൂടാ. സങ്കടം, വിഷമം. അധികാരികൾ പറഞ്ഞതനുസരിച്ച് ബോംബെ ധ്യാന കേന്ദ്രത്തിലെത്തി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ താബോർ ധ്യാന കേന്ദ്രത്തിൽ അവിടെ എൻ്റെ അപ്പോയിൻമെൻറ്റ് അസിസ്റ്റൻറ്റ് ഡയറക്ടറാണെന്നും പറഞ്ഞുകൊണ്ടാ ഞാൻ ചെല്ലുന്ന ദിവസം കാണുന്നത് അവിടെ 2000-ഓളം വരുന്ന കുട്ടികളുടെ ധ്യാനം നടക്കുന്നു. കുട്ടികളുടെ ധ്യാനം. ഞാൻ വാതിലടച്ച് മുറിക്കകത്ത് കയറിയിരുന്നു. ആ ധ്യാന കേന്ദ്രത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സങ്കടം. കാരണം എന്നറിയോ, അവിടെ ധ്യാനം നടക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, അതെന്നെ വർത്താനം അച്ഛൻ പറയണേ, അച്ഛൻ സെമിനാരി പഠിച്ച ആളല്ലേ, ഈ ഇംഗ്ലീഷൊക്കെ അറിയാതെ വരുമോ? എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ സെമിനാരി പഠന കാലഘട്ടത്തിൽ എല്ലാവരും പഠിച്ചു പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലർ പഠിക്കും, ചിലർ പാത്രം കഴുകിയും മുറിയൊക്കെ അടിച്ചൊക്കെ നടക്കും. അപ്പോൾ എൻ്റെ വകുപ്പ് 2ാമത്തെ വകുപ്പായിരുന്നു. നമ്മളല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നടന്നു. പഠിക്കുന്ന ചിലരുണ്ട്, അവർ പഠിച്ചു പോകും, അവർ കഴിവുള്ളവരാണ്, അവർ മുമ്പോട്ട് പോകും. അപ്പോൾ സെമിനാരി കാലത്ത് നമുക്ക് ഇംഗ്ലീഷിലൊക്കെ പ്രസംഗം പറയാനായിട്ട് അവസരം കിട്ടുമ്പോൾ 5-10 മിനിറ്റുള്ള പ്രസംഗങ്ങളേ ഉള്ളൂ. അങ്ങനെ അവസരം കിട്ടുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കും. അവർക്ക് ചെയ്യാൻ പറ്റാത്ത പണി നമ്മൾ ചെയ്യും. ആര്? ഈ ബുദ്ധിയുള്ളവർ, കഴിവുള്ളവർ. അവർക്ക് മറ്റേ പണികളൊന്നും അറിയത്തില്ലല്ലോ. ഇവിടെയുള്ള കാര്യങ്ങൾ അടിച്ചു തൂക്കാനൊന്നും അവർ ചെയ്യത്തില്ല. അവർ വലിയ ആൾ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പണി അതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭാരം എന്താണെന്നറിയോ, മര്യാദയ്ക്ക് ഇംഗ്ലീഷിൽ ഒരു 5 മിനിറ്റ് പോലും പ്രസംഗം പറയാൻ അറിഞ്ഞുകൂടാ. എന്തു ചെയ്യും? സങ്കടം, കരച്ചിൽ. നിങ്ങൾ വിശ്വസിക്കില്ല, 2 ദിവസം മുറിയടച്ച് ഞാൻ അതിൻ്റെ അകത്തിരുന്നു. കാരണം എങ്ങനെ ദൈവജനത്തെ നോക്കും? അതിനേക്കാൾ വലിയ സങ്കടം എന്താണെന്നറിയോ, ബോംബെ ധ്യാന കേന്ദ്രത്തിലോട്ട് ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ 2 മൊബൈൽ ഫോൺ. അന്നത്തെ കാലഘട്ടം 2 മൊബൈൽ ഫോൺ, മുഴുവൻ കോണ്ടാക്റ്റുകൾ, ബന്ധങ്ങൾ. പക്ഷെ സങ്കടം എന്നറിയോ, ആ ധ്യാന കേന്ദ്രത്തിന് ചുറ്റുവട്ടത്ത് ഒരു 2 കിലോമീറ്ററിൽ ഒരു നെറ്റ്വർക്കും വർക്ക് ചെയ്യത്തില്ല. BSNനും ഇല്ല, വൊഡാഫോണും ഇല്ല, ഒന്നുമില്ല. ഇനി പോകണമെങ്കിൽ നടന്നു പോകണം കുറേ. 2 മൊബൈൽ ഫോണും അവിടെ വെച്ചു. അതോടുകൂടി ആ ബന്ധങ്ങളൊക്കെ തീർന്നു. ഇനി എന്തു ചെയ്യും? ശുശ്രൂഷ മലയാളം ധ്യാനമാണെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ അവിടെ ഒരു ധ്യാനമുള്ളൂ. എന്തു ചെയ്യും? വിഷമം, സങ്കടം. അങ്ങനെ ആ കുട്ടികളുടെ ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങി. ഡയറക്ടർ അച്ഛൻ, പ്രിയപ്പെട്ട മാർട്ടിൻ കാളാമ്പറമ്പിൽ അച്ഛനാണ്. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ ആഴ്ച മുതലുള്ള ഇംഗ്ലീഷ് ധ്യാനത്തിൽ പങ്കെടുക്കാം.
എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഞാൻ ഇംഗ്ലീഷ് ധ്യാനത്തിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അയ്യോ അച്ഛാ, അച്ഛനോട് പറയാൻ മറന്നുപോയി, ഈ ആഴ്ച ഞാനിവിടെ ഇല്ല, അച്ഛൻ വേണം ധ്യാനം നടത്താൻ. പെട്ടു. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാനൊരു ഇംഗ്ലീഷ് ധ്യാനം പങ്കെടുക്കണ്ടേ? ഞാൻ പങ്കെടുത്തിട്ടില്ലെന്ന്. ഞാൻ ആലുവ സെമിനാരിയിലൊക്കെയാണ് പഠിച്ചത്. ഇംഗ്ലീഷിൽ മര്യാദയ്ക്കൊരു ധ്യാനം, ഡിവൈൻ ധ്യാന മന്ദിരമുണ്ട്, അവിടെയൊന്നും പോയി ഒരു ധ്യാനം കൂടിയിട്ടേ ഇല്ല. അതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞൊരു ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കട്ടെ. അച്ഛൻ പറഞ്ഞു, അയ്യോ ഞാനിവിടെ ഇല്ല, അച്ഛൻ വേണം നടത്താൻ. ഈ ആഴ്ചത്തിൽ അച്ഛനൊന്ന് ക്രമീകരിക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് ക്ലാസ് ഒന്നും എടുക്കാൻ അറിഞ്ഞുകൂടാ, വിഷമിക്കേണ്ട. എന്നോട് അച്ഛൻ ചോദിച്ചു, കൊന്ത ചെല്ലാൻ അറിയാവോ? ഞാൻ പറഞ്ഞു, കൊന്ത ചെല്ലാൻ അറിയാം. എത്ര കൊന്ത ചെല്ലും? അച്ഛൻ എന്നോട് ചോദിച്ചു, എത്ര കൊന്ത ചെല്ലും? ഈ മാർട്ടിനച്ഛനെ പരിചയമുള്ളവർക്കറിയാം, ഈ അച്ഛൻ കൊന്തയുടെ മധ്യസ്ഥനാണ്. തുടർച്ചയായിട്ട് കൊന്ത ചെല്ലും. അപ്പം എന്നോടുള്ള ചോദ്യം, എത്ര കൊന്ത ചെല്ലും? അപ്പം ഞാൻ പറഞ്ഞു, ഒരു കൊന്തയൊക്കെ. ഒരു കൊന്തയോ? കൊള്ളാം. എന്നാൽ ഒരു കാര്യം ചെയ്യ്, 4 കൊന്ത പോയി ചെല്ല്. എന്നിട്ട് നാളെ രാവിലെ 6:30 മുതൽ 8:30 വരെ സിൻ, പാപത്തെക്കുറിച്ചൊരു ക്ലാസ് എടുക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛാ, പാപം ചെയ്യാനേ അറിയാവൂ, പാപത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ ഇംഗ്ലീഷിൽ എനിക്ക് പറ്റത്തില്ല. അച്ഛൻ പറഞ്ഞു, വേറെ മാർഗമൊന്നും ഇല്ല, ഞാനിവിടെ ഇല്ല, അച്ഛൻ വേണം നടത്താൻ. എന്നിട്ട് എന്നോട് പറഞ്ഞു, പോയി കൊന്തയെല്ലാം പറഞ്ഞു. താബോർ ധ്യാന കേന്ദ്രത്തിൻ്റെ അൾത്താരയുടെ മുകളിൽ ഒരു ഞായറാഴ്ച രാത്രിയിൽ ഞാൻ അവിടെ ഇരുന്നു, വിഷമിച്ചു. കണ്ണുനീരോടുകൂടെ അൾത്താരയുടെ പുറകിലിരുന്ന് കരയാൻ തുടങ്ങി, വിഷമിക്കാൻ തുടങ്ങി. എന്തു ചെയ്യും? ഞാൻ ആ രാത്രിയിൽ അവിടെ ഇരുന്നു കൊണ്ട് 4 കൊന്ത, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് 4 കൊന്ത അടുപ്പിച്ച് ചൊല്ലി. ഈ കൊന്ത ചൊല്ലി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, വല്ലാത്തൊരാശ്വാസം, ഭയങ്കര ഒരു ആത്മവിശ്വാസം. ഞാൻ മുറി വന്നു, രാത്രി 11 മണിയായിട്ടുണ്ട്. മുറി വന്ന് എൻ്റെ പുസ്തകങ്ങളൊക്കെ തുറന്നു നോക്കി, ഇംഗ്ലീഷിൽ എന്തെങ്കിലും പുസ്തകമുണ്ടോ? ഒന്നുമില്ല. അവസാനം തപ്പിയെടുത്ത് വന്നപ്പോൾ ഒരു കൊച്ചു പുസ്തകം കിട്ടി. ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പലച്ചൻ എഴുതിയ ഒരു പുസ്തകം, വചനാഭിഷേകം, മലയാളം പുസ്തകം, അതിൻ്റെ ട്രാൻസ്ലേഷൻ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ നോക്കുമ്പോൾ 1-ാമത്തെ പേജിൽ ഗോഡ്സ് ലവ്, 2-ാമത്തെ പേജിൽ ഫോർഗീവ്നെസ്, 3-ാമത്തെ പേജിൽ സിൻ, പാപം. നോക്കുമ്പോഴത്തേക്ക് ഒരു 15 വചനങ്ങൾ അതിൻ്റെ തൊട്ട് താഴത്ത്, വേറെ ഒന്നുമില്ല, 15 വചനങ്ങൾ മതി. ഭയങ്കര സന്തോഷം. പിറ്റേ ദിവസം രാവിലെ 6:30 ക്ലാസ് എടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി നിന്നു. എന്താ പറയേണ്ടെന്ന് അറിഞ്ഞുകൂടാ. വചനം മുമ്പിലുണ്ട്, ഞാൻ വചനം വായിക്കും, അതിനുശേഷം അവരെ കൊണ്ട് വായിപ്പിക്കും, അതിനുശേഷം ഞാനും അവരും കൂടെ വായിക്കും. രാവിലെ 6:30 മുതൽ 8:30 വരെയുള്ള പരിപാടിയാണ്. ഞാൻ വചനം വായിക്കും, ദൈവജനം വായിക്കും, അതേ വചനം ഞങ്ങൾ ഒരുമിച്ച് വായിക്കും. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. കരമുയർത്തി ഹല്ലേലൂയ എന്ന് പറയാൻ, ഇംഗ്ലീഷിൽ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് എൻ്റെ അവസ്ഥ, സങ്കടവും ഭാരവും. എന്നാൽ ഏകദേശം ഒരു 2 മണിക്കൂറോളം ഈ ഒരു ശുശ്രൂഷ, ഞാൻ വചനം പറയും, ദൈവജനം പറയും, ഞങ്ങൾ ഒരുമിച്ച് പറയും. ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അൾത്താരയുടെ പുറകിൽ ഒരു സങ്കീർത്തിയുണ്ട്. എനിക്ക് നാണക്കേട് കാരണം ഞാൻ ഓടി അവിടെ പോയിരുന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക, കർത്താവേ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? മര്യാദയ്ക്ക് ഞാൻ കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചോളൂ, ഇവിടെ എന്തിനാ കൊണ്ടുവന്നേ? ഞാൻ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി എന്നെ കാണാൻ വേണ്ടി വന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന ഗോവയിൽ നിന്ന് വന്നൊരു സ്ത്രീയാണ്. ആ സ്ത്രീ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഫാദർ ഇറ്റ് വാസ് സോ വണ്ടർഫുൾ. ഞാൻ ചോദിച്ചു, വണ്ടർഫുള്ളോ? എന്ത് വണ്ടർഫുള്ള്? ഫാദർ, അച്ഛൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണിലൂടെ കണ്ണുനീര് വരികയായിരുന്നു. ഞാൻ അത്ഭുതം, ദൈവമേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഫാദർ, ആ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. ഞാൻ അത്ഭുതപ്പെട്ടു, ദൈവമേ ഇതെങ്ങനെ? കാരണം ഞാനൊന്നും പറഞ്ഞില്ലെന്ന്. വചനം പറയുന്നു, അവർ പറയുന്നു, ഒരുമിച്ച് പറയുന്നു, വേറെ ഒന്നുമില്ല. ഇതിനിടയിൽ എങ്ങനെ കണ്ണുനീര് വരും? അപ്പോഴാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, അതാണ് വചനത്തിൻ്റെ ശക്തി. നമ്മൾ പറയുന്ന കഥയും ഉപകഥകളൊന്നുമല്ല, മറിച്ച് വചനത്തിൻ്റെ ശക്തി. വചനം പറയുമ്പോൾ കണ്ണുനീര് വരുന്നു. ഒരു സ്ത്രീക്ക് പുറകെ 3-4 പേര് വന്നിട്ട് പറഞ്ഞു, ഫാദർ എനിക്ക് റിപ്പൻറ്റൻസ് കിട്ടി, എനിക്ക് ആ കൃപ കിട്ടി, ഈ കൃപ കിട്ടി. എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 4 കൊന്ത, ഇങ്ങോട്ട് നോക്കിക്കേ, നിവർന്നിരുന്നേ, 4 കൊന്ത. ഇത് ചൊല്ലിയാ കിട്ടുന്ന ആത്മവിശ്വാസം അന്ന് ഞാൻ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഐ വാസ് ഡിസപ്പോയിന്റഡ്, ഐ വാസ് ടോട്ടലി ഡിസപ്പോയിന്റഡ്. ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിലെ 3-4 മാസങ്ങൾ ഞാൻ നിരാശയും ദുഃഖവും കണ്ണുനീരും. എന്നാൽ ഇറ്റ് വാസ് എ ട്രെയിനിങ് ഫോർ മീ. കർത്താവ് എന്നെ പഠിപ്പിക്കുകയായിരുന്നു. പ്രായോഗിക പരിശീലനം. കഴിവില്ലല്ലോ, ഗുണമില്ലല്ലോ, നിന്റെ ആത്മവിശ്വാസമൊക്കെ തകർന്നു തീർന്നില്ലേ? ഇനി നിന്നെ കർത്താവ് പഠിപ്പിക്കും. ആ 3-4 മാസങ്ങൾക്കുള്ളിലാണ് കർത്താവ് എന്നെ വചനം പഠിപ്പിച്ചത്, ജീവിതത്തെ പഠിപ്പിച്ചത്. ഈസും മാസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ കൊണ്ട് കർത്താവ്
പല സ്ഥലങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കാൻ അറിഞ്ഞുകൂടാ, അമേരിക്കയിലും UK-യിലും പോയി ഇംഗ്ലീഷിൽ പോലും ധ്യാനം നടത്തിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം ബോംബെയിൽ നിന്ന് പിന്നീട് ഡൽഹി ധ്യാന മന്ദിരത്തിൽ 7-8 വർഷക്കാലം കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ഇവിടെ കൊണ്ടുവന്നപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ്, സത്യാത്മാവ് ഇതിങ്ങനെ കറക്കും. ഞാനിവിടെ ഈ അൾത്താരയുടെ മുമ്പിൽ നിന്ന് നിങ്ങളോട് ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ നല്ല വിശ്വാസവും ബുദ്ധിയുമാണ്. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഏത് കണ്ണുനീരും ദുഃഖവും ഇറ്റ് ഈസ് ഹിസ് അപ്പോയിന്റ്മെന്റ്. നിനക്കത് മനസ്സിലാകും. കർത്താവ് നിന്നെ പഠിപ്പിക്കും. കുറേ കണ്ണുനീരിലൂടെ നീ പോകേണ്ടി വരും. കുറെ ഒറ്റപ്പെട്ട അനുഭവത്തിൽ നീ ഇരിക്കേണ്ടി വരും, ഉണ്ടാവും. ധൂർത്തപുത്രൻ എപ്പോഴാ മാനസാന്തരപ്പെട്ടത്? പറഞ്ഞേ, എപ്പോഴാ മാനസാന്തരപ്പെട്ടത്? ധൂർത്തപുത്രൻ എപ്പോഴാ മാനസാന്തരപ്പെട്ടെ? ബൈബിളിൽ ഒരു വചനമുണ്ട്, ഒന്ന് വായിച്ചേ, പറഞ്ഞേ, അറിയാമെങ്കിൽ പറഞ്ഞേ. എപ്പോഴാ? പന്നിക്കൂട്ടിൽ എപ്പോഴാ എത്തിയ? പറഞ്ഞേ. ഒരു വചനം ബൈബിളിലുണ്ട്, ഏതാണെന്നറിയാവോ? അപ്പോൾ ആ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി. ക്ഷാമം, ചില ക്ഷാമങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് നല്ലതാ. ആ ക്ഷാമം ഉണ്ടായത് കൊണ്ടാണ് ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ എത്തിയത്, മാനസാന്തരപ്പെട്ടത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ ചില ക്ഷാമങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ കർത്താവ് ഇങ്ങനെ ക്രമീകരിക്കും. സത്യാത്മാവ്, ഹല്ലേലൂയ. വലത് ഇടതു ഇരിക്കുന്നവർക്ക് അതും കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിന്റെ ജീവിതത്തിൽ ചില ക്ഷാമങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. അതേന്ന്, ചില കണ്ണുനീരുണ്ടാകുന്നത് നല്ലതാന്ന്. ഒറ്റപ്പെട്ട് അവിടെ ഇരുന്നുകൊണ്ട് വിഷമിച്ചില്ല, ഒരു മനുഷ്യൻ പോലും കൂടെ ഇല്ലല്ലോ. കൈ ശരിയാണ്, ഫോൺ നമ്പറും കയ്യിലെല്ലാം ഉണ്ട്, ഒരു മനുഷ്യൻ കൂടെ ഇല്ലല്ലോ. നിങ്ങൾക്കൊക്കെ ഒരു ആവശ്യം വന്നപ്പോൾ ആര് കൂടെ ഉണ്ടായിരുന്നു? കൂടെ ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ തോളത്ത് കൈയിട്ടോണ്ട് കുറെ പേര് പറഞ്ഞല്ലോ. ആരെങ്കിലും ഉണ്ടായോ? ഒരൊറ്റ മനുഷ്യനും ഉണ്ടാവില്ല നിന്റെ ജീവിതത്തിന് സങ്കടകാലത്ത്. കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇറ്റ് ഈസ് എ ട്രെയിനിങ്. ഡൽഹി ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ കേരളത്തിൽ നിന്നൊരു 7-8 നേഴ്സുമാരെയും കൊണ്ട് ഒരു ഏജന്റ് അവിടെ ഡൽഹിയിൽ വരികയും വിദേശത്തേക്ക് കൊണ്ടുപോകാൻ, നേഴ്സാണ്, എല്ലാം റെഡി. എന്നാൽ രാത്രിയിൽ ഈ ഏജന്റ് മുങ്ങി, മലയാളിയാ, മുങ്ങി. 10-20 ലക്ഷം രൂപയും ഓരോ നേഴ്സുമാരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ആ ഏജന്റ് മുങ്ങി. ഈ പെങ്കൊച്ചുങ്ങൾ എങ്ങോട്ട് പോകാനാ? കരച്ചിലും വിഷമവും. അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഏകദേശം എല്ലാവരും പോയി. ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഒരു ഹോട്ടൽ മുറിയിൽ വിഷമിച്ചിരിക്കുക. എന്നാ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ. അവിടെ അടുത്തുള്ളൊരു മലയാളി സുഹൃത്താണ് കണ്ടെത്തിയത്. എന്നിട്ട് ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണം, തിരിച്ച് വീട്ടിൽ പോകാൻ പാടില്ല, വിഷമത്തിലാണ്. ചോദിച്ചു വന്നപ്പോൾ പറഞ്ഞ് പെങ്കൊച്ച്, അച്ചോ, എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല അച്ഛാ, കാരണം വീട് ബാങ്കിൽ കൊടുത്തിട്ടാണ്, അതിൻ്റെ അവിടുന്ന് ലോൺ എടുത്തിട്ടാണ് ഞാൻ വിദേശത്ത് പോകാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച്. ഇനി ഞാൻ എങ്ങോട്ട് പോകും? എൻ്റെ വീട്ടിൽ സങ്കട ഭാരമാണ്, എൻ്റെ വീട്ടുകാരോട് പറഞ്ഞ് സഹിക്കാൻ പറ്റത്തില്ല, ഇനി എനിക്ക് ആരുണ്ട്? ഞാൻ ആ പെങ്കൊച്ചനോട് പറഞ്ഞ്, വിഷമിക്കേണ്ട, നീ ഒരു കാര്യം ചെയ്യ്, നീ ധ്യാന മന്ദിരത്തിൽ നിന്നോ, ദൈവം ഒരു വഴി തുറക്കും. അവൾ എന്നോട് ചോദിച്ചു, ഇവിടെ നിന്നിട്ട് ഞാൻ എന്നാ ചെയ്യാനാ? ഞാൻ പറഞ്ഞു, ബൈബിളുണ്ടോ? ഉണ്ടച്ചാ, ഒരു കൊച്ചു ബൈബിളുണ്ട്. ഞാൻ പറഞ്ഞു, അത് മാറ്റി വെച്ചിട്ടൊരു സമ്പൂർണ്ണ ബൈബിൾ എടുത്ത് കയ്യിൽ കൊടുത്തു, നോട്ട് ബുക്കും പേനായും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോളെ, ഇവിടെ നിത്യാരാധന ചാപ്പലിരുന്നുകൊണ്ട് നീ പ്രാർത്ഥിക്കും, താമസവും ഭക്ഷണവും ഒക്കെ നിനക്കിവിടെയുണ്ട്, നീ നന്നായിട്ടിരുന്ന് പ്രാർത്ഥിച്ചോ, നിന്റെ കണ്ണുനീരിനൊരു കർത്താവ് ഒരു ഉത്തരം നൽകും. ഏകദേശം ഒരു 5 മാസത്തോളം ആ പെൺകുട്ടി നിത്യാരാധന ചാപ്പലിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ കണ്ണുനീരും വിഷമവും ഒക്കെ അവിടെ കൊടുത്തു. അതിനിടയ്ക്ക് വചനമൊക്കെ പഠിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ആ ധ്യാന മന്ദിരത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നൊരു മനുഷ്യൻ. അദ്ദേഹം വിദേശത്തേക്ക് നഴ്സുമാരെയൊക്കെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരാളാണ്. അയാളോട് ഈ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞു. 5 നയ പൈസ പോലും വാങ്ങാതെ ആ പെൺകുട്ടിയെ ഗൾഫിലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ഗവൺമെന്റിന്റെ തന്നെ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ആ മനുഷ്യനിലൂടെ അവിടെ ഈ പെൺകുട്ടി എത്തിച്ചു. ഹല്ലേലൂയാ. സാമ്പത്തികമായി അനുഗ്രഹം ആ കുടുംബത്തിന് കർത്താവ് ചൊരിഞ്ഞു. ഹല്ലേലൂയാ. ഗൾഫിൽ ഒരു ധ്യാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഗൾഫിൽ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ, കുറച്ച് വർഷങ്ങളായി അവിടെ ചെന്നപ്പോൾ, അവിടുത്തെ വികാരിച്ചൻ പറഞ്ഞു, അച്ഛാ, ഇവിടുന്ന് കുറച്ച് ദൂരെ മാറി ഒരു ക്യാമ്പുണ്ട്, നമ്മുടെ മലയാളികളൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം. 100-300ഓളം വരുന്ന നമ്മുടെ സഹോദരങ്ങൾ അവിടെ എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട്, അവിടെ നമുക്കൊരു പരിശുദ്ധ കുർബാനയൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. ഞാൻ പറഞ്ഞു, പോകാം അച്ഛാ. ഞാനവിടെ ചെല്ലുമ്പോൾ 300ഓളം പേര് വരുന്ന ഒരു ക്യാമ്പിൽ ഇരുന്നു കൊണ്ട് ദൈവശക്തം അഭിഷേകമായിട്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു പെൺകുട്ടി സ്റ്റേജിൽ നിന്നുകൊണ്ട് കത്തിക്കയറി പ്രസംഗം പറയുന്നു. ഓ, എന്നാ പ്രസംഗം! ഞാൻ ഈ സ്വരം കേട്ടപ്പോൾ, ദൈവമേ, ഇതിന് എവിടെയോ കേട്ട പരിചയമുണ്ടല്ലോ. സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തിറങ്ങി സങ്കീർത്തനത്തിലൂടെ വന്നപ്പോൾ ഈ പെണ്ണിൻ്റെ മുഖത്തോട്ട് നോക്കി ചോദിച്ചു, അച്ഛാ, എന്നെ ഓർമ്മയുണ്ടോ?
ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, നിന്റെ കണ്ണുനീര് ഞാൻ ഇന്നോളം മറന്നിട്ടില്ല. നീ എങ്ങനെ ഇവിടെ? ആരാന്നറിയോ? ധ്യാന മന്ദിരത്തിൽ 5 മാസക്കാലം നിത്യാരാധന ചാപ്പലിന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞ പെണ്ണ്, ട്രാവൽ ഏജന്റിനാൽ പറ്റിക്കപ്പെട്ട പെണ്ണ്, സകലത് നഷ്ടപ്പെട്ട പെണ്ണ്, ദേ ഗൾഫിലെ ഒരു മരുഭൂമിയിൽ മലയാളികളുടെ മുമ്പിൽ നിന്ന് വചനം പറയുന്നു. ഞാൻ ചോദിച്ചു, എൻ്റെ കൊച്ച, നീ ഇതെങ്ങനെ ഇവിടെ എങ്ങനെ? അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ, അന്ന് എന്നെ ആ ഏജന്റ് കയറ്റിവിട്ടില്ലേ, ഞാൻ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് അച്ഛാ, നല്ല ശമ്പളം, നല്ല ജീവിതം, കർത്താവ് അനുഗ്രഹിച്ചച്ചാ. ഞാൻ ചോദിച്ചു, ഇതും തമ്മിൽ എന്നാ ബന്ധം? അച്ഛോ, എനിക്ക് അവധി ദിവസങ്ങൾ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ വചന ശുശ്രൂഷയിലാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചു, എടി നീ എങ്ങനെ വചനം പഠിച്ചു? നീ എങ്ങനെ പ്രസംഗിക്കുന്നേ? നിനക്ക് എവിടെ ട്രെയിനിങ് കിട്ടിയേ? അച്ഛോ, 5 മാസം അച്ഛൻ്റെ ധ്യാന മന്ദിരത്തിൽ ആ നിത്യാരാധന ചാപ്പൽ ഇരുന്നില്ലേ, ഞാനൊരു നോട്ട് ബുക്കിൽ ഇരുന്ന് വചനം എഴുതി കുടിച്ചില്ലേ? എന്നിട്ട് അവളെ കയ്യിരിക്കുന്ന നോട്ട് ബുക്ക് പൊക്കിയിട്ട് പറഞ്ഞു, അന്ന് അച്ഛൻ തന്ന നോട്ട് ബുക്കാ, എൻ്റെ കണ്ണുനീരിൻ്റെ നോട്ട് ബുക്കാ അച്ഛാ. ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ ജീവിതമാണ്. ഞാൻ കണ്ണുനീര് കുടിച്ച അനുഭവത്തെക്കുറിച്ചാണ് ദൈവജനത്തെ പഠിപ്പിക്കുന്നത്. ഇന്നെൻ്റെ ഈ വചനമാണ് എൻ്റെ ശക്തി. ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് ചില കണ്ണുനീരുണ്ടായത്, കഷ്ടതകൾ ഉണ്ടായത്, നീ കടന്നുപോയ അനുഭവങ്ങൾ നിനക്ക് ഗുണകരമായെന്ന്. എവറി ഡിസപ്പോയിൻമെന്റ് ഇറ്റ് ഈസ് ഹിസ് അപ്പോയിൻമെന്റ്. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ ഒരു കാര്യം ഈ പരിശുദ്ധ അൽത്താറിൽ നിന്ന് ഒരു ദൂത് പോലെ പറയാം. നീ ഇന്ന് കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങൾക്കും പിന്നിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും. ജെറമിയ 29:11 ഏതാ വചനം പറഞ്ഞേ? ജെറമിയ 29:11 കാണാതെ പഠിക്കേണ്ട വചനം. ജീവിതത്തിൽ എന്നും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയേണ്ട വചനം. ഏതാ വചനം? ജെറമിയ 29:11 പറഞ്ഞേ. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പഠിച്ചോണം. നിന്റെ ദൈവം നിന്നോട് പറയുന്നു, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭകരമായ ഭാവി. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നേ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും വിഷയത്തിൽ നിരാശപ്പെട്ട്, അയ്യോ അച്ഛാ, പരീക്ഷ 3 പ്രാവശ്യം എഴുതി തോറ്റുപോയി, ഇനി ഞാൻ എന്നാ ചെയ്യും? നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നു. നീ വിചാരിച്ച പോലെ പല കാര്യങ്ങളും നടന്നില്ല, വല്ലാത്ത വിഷമമുണ്ടല്ലോ, അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പരിങ്ങിയിരിക്കുമല്ലോ. ആ വിഷയം കർത്താവ് അത് ക്രമീകരിക്കുവാണെന്ന്. നിന്നെ വെറുതെ റോട്ടിലോട്ട് അനാഥമാക്കി വിടുന്നൊരു ദൈവമല്ല, അല്ലെന്ന് നീ വിശ്വസിച്ചോണം. ഇന്നലെ റാന്നി എന്ന് പറയുന്ന സ്ഥലം, പത്തനംതിട്ട അപ്പുറത്ത് റാന്നിയിൽ കൺവെൻഷൻ കഴിഞ്ഞത് രാത്രി എത്തിയതാ. മിനിഞ്ഞാന്നൊരു സഹോദരി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ജപ്തി നോട്ടീസ് വീട്ടിൽ കൊണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കുക. എൻ്റെ സഹോദരനുണ്ട് അമേരിക്കയില. അവര് വിചാരിച്ചാൽ രക്ഷപ്പെടും. കാരണം സാമ്പത്തികമായ അത്രയും ഞെരുക്കം. അച്ഛാ, അവര് വിചാരിച്ചാൽ രക്ഷപ്പെടും. അവരൊന്ന് കനിയാൻ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, അവരോട് സംസാരിച്ചോ? അച്ഛാ, ഫോൺ വിളിച്ചാൽ അവരെടുക്കത്തില്ല. അച്ഛാ, അവരെടുക്കത്തില്ല. എൻ്റെ സഹോദരനും കുടുംബം വിചാരിച്ചാൽ അവരെ കൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഞാൻ പറഞ്ഞു, അവരല്ല, മറിച്ച് ദൈവം വിചാരിക്കണമെന്ന്. നിന്റെ സഹോദരന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ പ്രശ്നം മാറത്തില്ലേ? നീ ആ മനുഷ്യനെ കുറിച്ച്, സഹോദരനെ കുറിച്ച് ചിന്തിക്കാതെ എന്തുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്ക്, ദൈവം നിന്റെ മുമ്പിൽ വഴി തുറക്കും. ഇത് സംഭവിച്ചത് 2 ദിവസം മുമ്പ് കൺവെൻഷന്റെ 2ാം ദിവസത്തിൽ, അതായത് ചൊവ്വാഴ്ച ദിവസമാണ് ഈ സ്ത്രീ വന്ന് കരഞ്ഞത്. എന്നാൽ ഇന്നലെ, അതായത് വ്യാഴാഴ്ച ഉച്ചയായപ്പോഴത്തേക്ക്, പകൽ സമയത്തെ കൺവെൻഷനാണ്, ഉച്ചയ്ക്ക് ഈ സ്ത്രീ കാണാൻ വന്നിട്ട് എൻ്റെ കയ്യിലേക്ക് ഒരു 1000 രൂപയുടെ നോട്ട് എൻ്റെ കയ്യിലേക്ക് നീട്ടിയിട്ട് നല്ല ചിരിച്ചോണ്ട് പറഞ്ഞാച്ചാ, ഇത് അച്ഛൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, എന്തെങ്കിലും ശുശ്രൂഷയ്ക്ക് കൊള്ളാം. ഞാൻ പറഞ്ഞു, ഇതെന്നാ പരിപാടി ചേച്ചി? ചേച്ചിക്കല്ലേ ഇല്ലാത്തത്, എൻ്റെ അച്ഛൻ പറഞ്ഞില്ലേ ദൈവത്തെ വിളിക്കാൻ? എൻ്റെ അച്ഛാ, അന്ന് ഞങ്ങൾ ഇവിടുന്ന് ശുശ്രൂഷ കഴിഞ്ഞു പോയി, രാത്രി മുഴുവൻ കർത്താവേ ഇടപെടണമേ. ഇന്നലെ രാവിലെ എൻ്റെ സഹോദരൻ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചെന്ന് എന്നിട്ട് ഞങ്ങളുടെ സാമ്പത്തിക മേഖലകൾ എൻ്റെ സഹോദരൻ ഇടപെട്ടിരിക്കുന്നു. അച്ഛാ, ഇത് കൺവെൻഷന്റെ കാര്യത്തിന്. അച്ഛാ, ഈ 1000 രൂപ അച്ഛൻ പിടിച്ചേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മുമ്പിൽ 2 കരങ്ങളും തുറന്നു പിടിച്ച് യാചിച്ച് നിന്ന സ്ത്രീ, ചൊവ്വാഴ്ച കരഞ്ഞുകൊണ്ട് വന്ന സ്ത്രീ ഉണ്ടല്ലോ, വ്യാഴാഴ്ച എൻ്റെ കയ്യിലേക്ക് വെച്ച് തരുമ്പോൾ നിങ്ങൾക്ക് എന്തു മനസ്സിലായി? ഇത് കേൾക്കുന്നവർക്ക് എന്തു മനസ്സിലായി? നീ ഇന്ന് കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങൾക്കും പുറകിലും കർത്താവ് ചിലത് പഠിപ്പിക്കും. നിന്നെ കർത്താവ് അനുഗ്രഹിക്കും. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന്
ഒരു നിമിഷം മതി. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, നിന്റെ ജീവിതത്തിലെ അപമാനവും സങ്കടവും വിഷമവും കണ്ണുനീരും ആർക്കും എന്നെ മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള സങ്കടം എല്ലാത്തിന്റെ ഒത്ത നടുവിൽ നീ വിശ്വസിച്ചോണം, പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിന്നെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഇന്ന് നീ അനുഭവിക്കുന്ന രോഗം എന്താണെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഡൽഹി ധ്യാന മന്ദിരത്തിൽ ഞങ്ങൾക്ക് നോട്ടീസൊക്കെ ഡിസൈൻ ചെയ്തു തരുന്ന ഒരു സഹോദരൻ, പേര് മാമ്പള്ളി, വിളിച്ച് ചോദിച്ചോ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണേ, എൻ്റെ സഹോദരങ്ങളെ, മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം കുടിച്ച് കൂത്താടി നടക്കുന്നൊരു സ്വഭാവം. പക്ഷെ നല്ല കഴിവാണ്, നന്നായിട്ട് ഡിസൈനൊക്കെ ചെയ്യും, മിടുക്കനാ. പക്ഷേ ഈ മദ്യപാന പിശാച് കയറി പിടിച്ചിരിക്കുക. പലതവണ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്ത് രക്ഷയില്ല. പല പല ദുഃഖങ്ങളും ഭാരങ്ങളും ഇയാളുടെ ഉള്ളിലുണ്ട്. വിഷമത്തോട് വിഷമം, ഭാരത്തോട് ഭാരം, എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തവും ഇല്ല. എന്നാൽ 1.5 വർഷം മുമ്പ് ഇയാൾക്കൊരു രോഗം ഡിറ്റക്ട് ചെയ്തു, ക്യാൻസർ. ഞെട്ടിപ്പോയി. ഇതെന്നതാ ദൈവമേ, അത്രത്തോളം സ്നേഹമുള്ള ഒരു സഹോദരനാ. ഇയാൾക്കൊരു രോഗം വന്നെന്നറിഞ്ഞപ്പോൾ നമുക്കൊരു സങ്കടം. കാരണം മദ്യപാനിയാണെങ്കിൽ ഇയാളോട് നമുക്ക് വല്ലാത്ത സ്നേഹം തോന്നും. അതേ സ്വഭാവ രീതികളാണ്, വല്ലാത്ത സ്നേഹം, സങ്കടം. ദൈവമേ, ഇതെന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ട്രീറ്റ്മെൻ്റ് ഒക്കെ മുമ്പോട്ട് നീങ്ങി. കഴിഞ്ഞിടയ്ക്ക് അദ്ദേഹം എന്നോട് ചിരിച്ചോണ്ട് പറഞ്ഞ എന്നാന്നറിയോ? അച്ചോ, ഈ രോഗം ഉണ്ടായത് നന്നായി അച്ഛാ, ഈ രോഗം ഉണ്ടായത് നന്നായി. ഇപ്പം ഞാൻ ബെറ്ററായി, എല്ലാ കാര്യങ്ങളും ഞാൻ ബെറ്ററായി. ഈ വർഷത്തെ നമ്മുടെ 2025 കലണ്ടർ ഡിസൈൻ ചെയ്ത ആ മനുഷ്യനാ. ഇവിടെയുള്ള ഈ നോട്ടീസൊക്കെ പലതും ഡിസൈൻ ഇപ്പോഴും ചെയ്യുന്ന ആ മനുഷ്യനാ ഞാനിത് പറയുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഈ രോഗം ഉണ്ടായത് നന്നായി അച്ഛാ. എന്നെ പിടിച്ചു കെട്ടാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിച്ചില്ലേ, ഞാൻ നന്നായില്ലല്ലോ. എന്നാൽ ഈ രോഗം വന്നതോടുകൂടി എൻ്റെ ജീവിതത്തെ കർത്താവ് അടിമുടി മാറ്റിമറിച്ചു. അച്ചോ, ഇനി എൻ്റെ ജീവിതം എൻ്റെ കർത്താവിന് വേണ്ടിയിട്ടാണ്. നല്ലൊരു കൈയടി കർത്താവ് ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കണ്ണുനീരും ദുഃഖവും നീ ഇന്ന് അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങളും വിശ്വസിച്ചോളൂ, അത് പരിശുദ്ധാത്മാവ് ഇടപെടുന്നതാണ്. പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നല്ല ഒച്ചത്തിൽ ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നമുക്ക് സമയക്കുറവുണ്ട്, പെട്ടെന്ന് അടുത്ത 2 പേരും കൂടെ ഒന്ന് പഠിച്ചോളൂ. രണ്ടാമത്തെ പേര്, ഒന്നാമത്തെ പേരാണ് സത്യാത്മാവ്. രണ്ടാമത്തെ പേര് ലൂക്കാസ് വിശേഷം 24 അധ്യായം 49 തിരുവചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 24 വേഴ്സ് 49. ലൂക്കാസ് വിശേഷം 24:49. നമുക്ക് വളരെ പരിചിതമായ വചനമാണ്, വായിച്ചോ. എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. യെസ്, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി, അതാണ് രണ്ടാമത്തെ പേര്, പവർ ഫ്രം എബവ്. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി. ശക്തി പറഞ്ഞ ശക്തി എവിടുന്നുള്ളത്? ഉന്നതത്തിൽ നിന്ന് ശക്തി, പവർ ഫ്രം എബവ്. അതാണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയാ. അപ്പസ്തോല പ്രവർത്തനം 1:8 ഇത് തന്നെ പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, നീ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവിനാൽ. പറഞ്ഞു കൊടുത്തേ, നീ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവിനാൽ. ഹല്ലേലൂയാ. ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്നതാ വേണ്ടേ? പറ, ശക്തി അല്ലേ? ശക്തി വേണോന്ന്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ല പലതിൻ്റെ, ക്ഷീണിച്ച് ഉണങ്ങി വരണ്ട്. ഓ, എന്നാ പ്രാർത്ഥന, ക്ഷീണം, അസ്വസ്ഥത, എന്ത് വേണം? ശക്തി വേണോന്ന്. ഈ 2025 നീ ജീവിക്കാൻ നിനക്ക് എന്ത് വേണം? ശക്തി വേണം. നീ 1995 ജീവിച്ചതുപോലെ അല്ല ഇന്നത്തെ ജീവിതം. ഇത് 2025. നിന്റെ മക്കളെ നേരിടാൻ നിനക്ക് എന്ത് വേണം? ശക്തി വേണം. ഈ കാലഘട്ടത്തെ ഒരു കാര്യം മനസ്സിലാക്കാൻ ശക്തി വേണം. നമുക്കില്ലാത്തത് എന്നതാ? ഈ ശക്തി. നിങ്ങൾ ചിന്തിച്ച, നിങ്ങളുടെ മക്കളോട് ഭാഷ സംസാരിക്കുമ്പോൾ അവർക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ട്? ഇന്നത്തെ അവരുടെ ന്യൂജൻ വാക്കുകൾ എന്താ? അപ്പൻ ഉപദേശം തുടങ്ങുമ്പോൾ മകൻ പറയും, ഓ, തന്തവൈബ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ തെറി പറഞ്ഞതല്ല, തന്തവൈബ് 2024 മലയാളത്തിൽ പറഞ്ഞ പേരാണ്. അമ്മ ഉപദേശം തുടങ്ങുമ്പോൾ മക്കൾ പറയും, തള്ളവൈബ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂജൻ. അവരുടെ ഭാഷകളൊന്നും നിങ്ങളുടെ ഭാഷയല്ല, നിങ്ങൾ വളർന്ന പശ്ചാത്തലമേ അല്ല. കാലം മാറി കേട്ടോ, കാലം മാറി. അഭിഷേകം 2024 ശക്തി വേണം.
ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ചിലർ ചോദിക്കുന്നുണ്ട്, അച്ചോ ഇപ്പോഴും ഈ പോട്ടയിലൊക്കെ ധ്യാനം ഉണ്ടോ? അത് ശരി. അല്ല, അതെന്നാ ചേച്ചി ചോദിച്ചേ, എന്നാ ചേട്ടാ ചോദിച്ചേ? അല്ല, ഈ കൊറോണയ്ക്ക് ശേഷം എല്ലാം ഒക്കെ അടഞ്ഞു കിടക്കുമല്ലേ? സംസാരിച്ച് വരുമ്പോൾ അവർ പറയും, അയ്യോ പോട്ടയിലോ 1993 ഞാൻ വന്ന് കൂടിയതാ. അന്ന് ആ ഓലഷെട്ടല്ലായിരുന്നു അച്ഛാ? 93. ഇപ്പം ഏതാ വർഷം? 2025. ഇവിടെ ഇരിക്കുന്ന ചിലരുമുണ്ട്, ഞാൻ അന്ന് അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി, ആദ്യം ഇതും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഈ കാലഘട്ടത്തിൽ 2025 നിനക്ക് ജീവിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം വേണം. മനസ്സിലായവർ ഒച്ചത്തിൽ ഒരു ആമേൻ എന്ന് പറഞ്ഞ്. അല്ലാതെ ചരിത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരെന്ന്, മറിച്ച് നിനക്ക് ഇന്ന് ജീവിക്കണോ, ഇന്ന് ജീവിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം വേണം, ശക്തി വേണം. അത് പരിശുദ്ധാത്മാവേ നൽകുകയുള്ളൂ. അല്ല, നമ്മൾ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, മറിച്ച് ഈ കാലഘട്ടത്തെ നേരിടണമെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അതാ വചനം പഠിപ്പിക്കുന്നത്. ഈ ശക്തി ബൈബിളിൽ 2 മേഖലയിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന്, ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വചനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയൊന്ന് പറഞ്ഞ് വായിച്ചേ, ഒന്ന് കേൾക്കട്ടെ. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇവയാണ്. ഇതാണ് ഫലങ്ങൾ. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അത് ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന. ഫ്രൂട്ട്സ് അല്ല, ഫ്രൂട്ട് ഒറ്റയാ എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന് പറയുന്ന ഒറ്റ ഒരു ഫലമായിട്ടാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അതൊരു വശത്ത്, കൂടെ വേണ്ടത് ഗിഫ്റ്റ് ആൻഡ് കാരിസംസ്, വരങ്ങളും ദാനങ്ങളും. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 12-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നീട് വായിച്ചോളൂ. അപ്പോൾ നമ്മൾ ഈ ശക്തിയെ മനസ്സിലാക്കുമ്പോൾ ഒരു നദി ഇങ്ങോട്ട് ഒഴുകി വന്നിട്ട് 2ആയിട്ട് പിരിഞ്ഞൊഴുകുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കണം. ഒരു വശത്ത് ഫലങ്ങൾ, മറ്റൊരു വശത്ത് എന്താ? വരങ്ങളും ദാനങ്ങളും. ഹല്ലേലൂയാ. രണ്ടാമത്തെ പേരാണ് പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവ് ശക്തി, ഉന്നതത്തിലുള്ള ശക്തി. മൂന്നാമത്തെ പേര് വായിച്ചോളൂ. യോഹന്നാന്റെ സുവിശേഷം 16:7. യോഹന്നാന്റെ സുവിശേഷം 16:7 ഒച്ചത്തി വായിച്ചേ. 16:7. ജോൺ ചാപ്റ്റർ 16:7. കിട്ടിയോ? സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് സഹായകൻ പറഞ്ഞേ, ഒച്ചത്തി പറഞ്ഞേ. സഹായകൻ, ദ തേർഡ് നെയിം ഫോർ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കേണ്ട മൂന്നാമത്തെ പേരാണ് സഹായകൻ, ഹെൽപ്പർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്, കൗൺസിലർ, ആശ്വാസദായകൻ, സഹായകൻ. ഇതെല്ലാം ഒറ്റ പേരിൽ മനസ്സിലാക്കിക്കോണം. സഹായിക്കും, നിന്നെ സഹായിക്കുമെന്ന് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. പറഞ്ഞു കൊടുത്തേ. ഹല്ലേലൂയാ. നിന്റെ ഏത് ആവശ്യങ്ങളിലും പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കേട്ടോ, ഏത് വിഷയമായിക്കൊള്ളട്ടെ, ആര് സഹായിക്കും? പരിശുദ്ധാത്മാവ് സഹായിക്കും. അഡ്വക്കേറ്റ് ആണെന്ന്, അഡ്വക്കേറ്റ് നിനക്ക് വേണ്ടി വക്കീലാണെന്ന്. കോടതി മുറിയിൽ നീ നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി വാദിക്കുന്ന വക്കീല്. നീ ചിലപ്പോൾ ചിന്തിക്കും, എന്നെ മനസ്സിലാക്കുന്ന ആരും ഇല്ലല്ലോ, എനിക്ക് വേണ്ടി വാദിക്കാൻ ആരും ഇല്ലല്ലോ. ഉണ്ടെന്ന്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, ഹീസ് യുവർ അഡ്വക്കേറ്റ്. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാദിക്കും. നിന്റെ സിറ്റുവേഷൻ എന്തുവായിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആശ്വാസം നൽകുമെന്നാ പറയണേ. നിന്നെ കംഫർട്ട്, ആശ്വാസം നൽകി നിന്നെ ശരിയാക്കും, ക്രമീകരിക്കും, വിശുദ്ധീകരിക്കും. ഹല്ലേലൂയാ. 3 പേര് പഠിച്ചു. ഒന്നാമത്തെ പേര് സത്യാത്മാവ്, രണ്ടാമത്തെ പേര് ഉന്നതത്തിലുള്ള ശക്തി, മൂന്നാമത്തെ പേര് സഹായകൻ. ഈ 3 പേരും പഠിക്കുന്നതിനെന്നറിയോ? ഈ 3 പേരും ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാകും. അപ്പോൾ പരിശുദ്ധാത്മാവിനൊരു സ്നേഹം ഉണ്ടാവും. ഈശോ പറയാണ്, ഈ 3 പേരും നിന്റെ ജീവിതത്തിൽ ഈ പേരുകളല്ല, മറിച്ച് സ്വഭാവങ്ങളായിട്ട് മാറാൻ നീ എപ്പോഴും പരിശുദ്ധാത്മാവിനോടൊരു ബന്ധം ഉണ്ടാവണം. ആവർത്തിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നൊരു കൊച്ചു പ്രാർത്ഥനയുണ്ടല്ലോ, കം ഹോളി സ്പിരിറ്റ്. അത്രേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക. ഹല്ലേലൂയാ.